Welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we get back up again. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഞാൻ ഹോസ്പിറ്റലാണെന്ന് അറിയത്തില്ല. ഞാൻ ആക്ച്വലി ഒരു കല്യാണത്തിന് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അഞ്ജന ചേച്ചിക്ക് പെയിൻ വന്ന് പറഞ്ഞിട്ട് കോൾ വന്നേ. അപ്പം നമ്മൾ അഞ്ജന ചേച്ചിയായിട്ട് ഹോസ്പിറ്റലിൽ വന്നു. ആക്ച്വലി എനിക്ക് എന്നെ കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ മറ്റേ അമർ അക്ബർ അന്തോണിയിൽ മറ്റേ പിഷാരടി ഷർവാണി ഇട്ട് വരില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാം. ഇപ്പം സമയം 1 മണിയായിട്ടുണ്ട്. ഞാൻ ഫ്ലാറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തു. അതെ, ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് പോവാണ്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം. വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ആയിട്ട് വന്നു. ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാനും രജനയമ്മയും ഫ്ലാറ്റിലേക്ക് പോക്കും, നാളെ രാവിലെ വന്നാൽ മതി, ചേട്ടനോട് നിന്നോളാം പറഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇവന് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നമ്മളടുത്ത് ക്യാൻറ്റീനിൽ നിന്ന് കട്ടൻ കുടിക്കുകയാണ്. എൻ്റെ കൂടെ രജനയമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ പോയി ഉറങ്ങാൻ പോവാം. ബാക്കി വിശേഷം നാളെ ഞാൻ കാണിക്കാമേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ ടൈം 7:30 ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിത് റെഡിയായി. നമ്മളിപ്പോൾ ഉള്ളത് ആനന്ദഭവനിലാണ്. നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കഴിക്കുക. ഞാനും രജനമ്മയും ഉണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇന്നത്തെ സിറ്റുവേഷൻ അവിടെ എന്താണെന്ന് അറിയില്ല, ബട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും. ഈ രാവിലെ നല്ല ഇഡ്ഡലിയും നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാറും കഴിക്കുമ്പോൾ നല്ലൊരു മൂഡുണ്ട്. ഇനിയിപ്പോൾ നല്ല അടിപൊളി കാപ്പി വരും. അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങും. ചേച്ചിക്കും പാഴ്സൽ വാങ്ങി. രാത്രിയിൽ ഒരു പോലെ കണ്ണടയ്ക്കാതെ ഇരുന്ന് ഇപ്പൊ രാവിലെ പപ്സ് കഴിക്കുന്നു ചേട്ടൻ. ഞാനും ഒരു ലൈമാണ് കുടിക്കണേ. അത് തരുവോ? അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ? എന്റെ ക്ലിപ്പാ ഇതുപോലെ ഡു വൺ തിങ്. എന്റെ ഇതുപോലെ ഞാൻ വലുത് വെച്ചോളാം. ചെറുത് മതി. ആ ക്ലിപ്പ് ഉണ്ടാവുകയല്ലേ, അതെവിടെയാണെന്ന് അറിയില്ല. ആ കട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വ്ളോഗിൽ ഇടുന്നത് ഫുള്ളി ഒരു ഒരു ഫുൾ ഡേ ആയിരിക്കില്ല. ഈ ഒരു 3 to 4 ഡേയ്സിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോസിൽ പലതിലും വോയിസ് കാണാൻ ചാൻസ് ഇല്ല. ഞാൻ ചിലപ്പോൾ ഐ എം ജസ്റ്റ് അപ്ലോഡിങ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റിങ് ദ വീഡിയോ. കാര്യം ബേബി ഇനി ഫ്യൂച്ചറിൽ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ ബേബിയുടെ പേരൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ബേബിയുടെ റിലേറ്റീവ്സ്, ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഹോസ്പിറ്റലിൽ എങ്ങനെയായിരുന്നു ടെൻഷൻ അടിച്ചിരുന്നത്, അല്ലെങ്കിൽ ബേബി വരാൻ നമ്മൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്ന് കാണാൻ വേണ്ടി, ബേബിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഞാൻ ഈ വീഡിയോസൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. ആൻഡ് ടു ദ ബേബി, വി ആർ ഓൾറെഡി വെയിറ്റിംഗ് ഫോർ യു. കുറേ ദിവസമായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബേബിക്ക് വരാൻ താല്പര്യമില്ല, കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ചേച്ചിക്ക് പെയിൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വന്ന് അഡ്മിറ്റ് ആയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 9th or 10th അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ, അങ്ങനെ ഇപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇപ്പം നമ്മളുള്ളത് കാരിത്താസ് മാതാ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ചേട്ടനായിരുന്നു നൈറ്റ് ഇവിടെ നിന്ന്. ഇപ്പം നമ്മൾ അമ്മമാർ 2 പേരും പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ചേട്ടൻ തിരിച്ചു വരും, നമ്മൾ വീട്ടിൽ പോവും. ഇനി നൈറ്റ് വല്ലോ ചേച്ചിക്ക് പെയിനായാൽ നമ്മൾ തിരിച്ചു വരും.
അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ബേബി പ്ലീസ് കം ഫസ്റ്റ്, ഞാൻ ഇങ്ങനെ പറയാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പം ലഞ്ചിന് ടൈമായി, ലഞ്ച് ഇവിടെ ഓൾറെഡി വന്നു. ഇവിടെ ഭയങ്കര പക്ക പഞ്ചലാണ്. 12 ആയപ്പോൾ തന്നെ ലഞ്ച് വന്നു. പക്ഷേ ഞാൻ ജ്യൂസ് കുടിക്കുന്നത്, എനിക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമല്ല ഉച്ചയ്ക്ക്. ഞാൻ ചോറ് അങ്ങനെ അധികം കഴിക്കാറില്ല. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റൂമല്ലാതെ പിന്നെ നമുക്കൊരു സൂപ്പർ ലക്ഷറീസ് റൂമുണ്ടല്ലോ ചേച്ചി. ബേബി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അതിലേക്ക് പോവുക. ഇപ്പം ഇവിടെ ഭയങ്കര ചെറിയൊരു റൂമാണ്. ബിക്കോസ് ചേച്ചിയും നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ റൂം എടുത്തത്. കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മാത്രം നാളെ ചിലപ്പോൾ നമ്മൾ മേലെ റൂമിലേക്ക് പോകും, ഷിഫ്റ്റ് ആകും. ചേച്ചി ഫുൾ എന്താ ഒരു ഷവറൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി ചേച്ചിയും ഭയങ്കര ഡെസ്പാണ്. ഭയങ്കര ഡെസ്പല്ല, ലൈക്ക് ടയേർഡാണല്ലേ, ഭയങ്കര ടയേർഡാണ്. ഇപ്പം ചേച്ചീനെ താഴത്തേക്ക് കൊണ്ടുപോകും അവർ, എന്തിനാണെന്നറിയില്ല. അങ്ങനെ വെക്കാൻ പറ്റും. കേറിയിരുന്നേ, ഞാൻ കാണിച്ചു. അല്ല അങ്ങനെ ഇരുന്നാ മതി. ചേച്ചി ചാരി ഇരിക്കത്തില്ലേ, അതുപോലെ ഇരിക്കാം. അല്ല, ഡോക്ടർമാര് മരുന്ന് വെച്ച സാധനമാണ്. അവരെ കൊണ്ട് മരുന്ന് മാറ്റിച്ച്. അയ്യോ, ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. ബൈ ആഷ്. ഇതിപ്പം ലാസ്റ്റ് ദിവസത്തെ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഒരു 3 days കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ക്ലിപ്സ് കഴിഞ്ഞിട്ട്. ബിക്കോസ് നമ്മൾ ആ ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നമ്മളെ ഡിസ്ചാർജ് ആക്കി വീട്ടിൽ വിട്ടു. അത് കഴിഞ്ഞിട്ട് 10th തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് ചേച്ചി അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ആയി. ഇപ്പം ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. ചേട്ടനും ഞാനും. ബേബി ഇന്നോ നാളെയെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേച്ചിക്ക് ഇതുവരെ പെയിന് വന്നിട്ടില്ല. വി ആർ വെയിറ്റിംഗ്. ചിപ്സ് കൊടുക്കാണോ? അല്ല, വേറെ വേറെ ഞാൻ എടുത്തപ്പോ അങ്ങനെ എടുത്തത്. നമ്മൾക്ക് ചേച്ചിക്ക് മഞ്ച് ഇഷ്ടപ്പെട്ടു. മഞ്ചാണ്. ഇപ്പം ഞാനും ദേവും ഒരു ഷോപ്പിൽ വന്നിരിക്കുക. കാര്യം നമ്മൾക്ക് ഇനി ചിലപ്പോൾ നാളെ എങ്ങാനും ബേബി വന്നത്, നമുക്ക് ബേബി അതൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഡെക്കോർ നോക്കി വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അടുത്തൊന്നും കടയില്ല. എന്നാൽ അവർ എൻ്റെ അടുത്ത് ഏതാ ബേബി എന്ന് പറയണം. അതാകുമ്പോൾ നമുക്ക് നേരത്തെ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചു. ഇത് അതും പറഞ്ഞില്ല. എന്താ വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒപ്പിക്കാൻ പറ്റില്ലല്ലോ. ദേവും ഞാനും ഇപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക. സോ ഇല്ല, വരാൻ പോകുന്ന ബേബി, നീ ഞങ്ങളുടെ എഫേർട്ടൊക്കെ കാണണം അല്ലേ? ഇതൊക്കെ നീ ഒരു ദിവസം ഈ വ്ളോഗിൽ കാണണം. ഞാൻ വരുന്ന വഴി വരുന്നില്ല, ഈ ഷോപ്പിൽ വന്നപ്പോൾ സൺഫ്ലവർ ഉണ്ട്. എനിക്ക് സൺഫ്ലവറും യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മേടിച്ചോണ്ട് വല്ല ചേച്ചിക്ക് കൊടുക്കാൻ നാളെ. ചേച്ചി നാളെ ഡെലിവറി കഴിഞ്ഞായിരുന്നു. ചേച്ചി എൻ്റെ കൊടുക്കാല്ലേ, ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇറ്റ് ഇസ് ഗുഡ്. എൻ്റെ സ്നേഹം മഞ്ഞ. നമ്മളിപ്പോൾ സദ്യയിൽ വന്നിരിക്കുക. ദേവുന് സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടി. ദേവു ഭയങ്കര സ്നാപ്പ് ഗേളാണ്. സോ ഏത് നേരം സ്നാപ്പ് എടുത്തു. ദേവു ഫസ്റ്റ് ടൈം സബ്വേ ട്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ദേവുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദേവു ഇപ്പോൾ ഷെയർ ചെയ്യും. ഇനി ഫുൾ സബ്വേ ആയിരിക്കും ദേവു ഫസ്റ്റ് സബ്വേ എക്സ്പീരിയൻസ് ആണോ? ഇഷ്ടമായാ? ഇനി നമുക്ക് സബ്വേ വരാം എപ്പോഴും. ഞാൻ ഹെവി ഫുഡ്സ് കഴിക്കാത്ത ദിവസം നോക്കി ഇവിടെ വരാം. ഇതാണ് കുട്ടീൻ്റെ 2 കൊച്ചന്മാര്. അവർ ലേറ്റ് ആയിട്ടാണ് വന്നത്. ദിസ് ഈസ് മഞ്ച്. പക്ഷെ ഞാനും വാങ്ങിപ്പോയി. നിങ്ങൾ വാങ്ങുന്നതിന് മുന്നേ നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഇത് 4th ഫ്ലോറിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ലിഫ്റ്റ് നോക്കി ടൈം കഴിഞ്ഞ സമയം നമ്മൾ ലൈബ്രറി റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കി പോവാം. ഓക്കെ, നമ്മളപ്പോൾ 4th ഫ്ലോറിൽ വരെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക.
ഒരു ഈവനിങ് എക്സസൈസ് പോലെ. എന്റെ സബ്വേ അതെ, സബ്വേയിൽ നിന്ന് കഴിച്ചൊക്കെ തേക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ തന്നെ ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ നേരത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ലൈക്ക് ഈ വ്ളോഗിൽ മിക്കതിലും സംസാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഐ എം ജസ്റ്റ് ഡോക്യുമെന്റിങ് ദ വീഡിയോ. കിതയ്ക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോർ ആണത്. കർത്താവേ, ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറട്ടെ, എനിക്ക് വയ്യ. മഞ്ച് ഇന്ന് അഞ്ജന ചേച്ചിയുടെ അച്ഛന്റെ അമ്മയുടെയും 31st വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മളിത് ഹോസ്പിറ്റലിൽ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്നപ്പോ നമ്മളുടെ 3rd ഡേ ആണ് അറ്റ് ഹോസ്പിറ്റൽ. ഇന്ന് ഇപ്പൊ എല്ലാവരും റൂമിലുണ്ട്, നമ്മൾ റൂമിലേക്ക് പോവാണ്. പിന്നെ ഇന്ന് ചേച്ചിക്ക് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവം ഇവിടെ എന്തൊക്കെ രാവിലെ 5 മണിക്ക് ചേച്ചിക്ക് ഓൾറെഡി മരുന്ന് വെച്ചു. പക്ഷെ ഇതുവരെ ചേച്ചിക്ക് പെയിൻ വന്നിട്ടില്ല, കുറച്ച് പെയിനേ ഉള്ളൂ. സോ വി ആർ വെയിറ്റിംഗ്. മേ ബി ഈവനിങ് ആയിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും റൂമിലോട്ട് പോയിട്ട് ബാക്കി എന്താണെന്ന് ചോദിക്കാം. ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണ് ഞാനും ദൈവവും. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല, ബിക്കോസ് ചേച്ചിക്ക് പെയിൻ വരാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന റൂം ഇഷ്ടമായില്ല. നമ്മുടെ ഡീലക്സ് റൂമിന് വേണ്ടി കുറേ ആയി ബെഗ് ചെയ്യണു, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല. കാര്യം ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ ഡീലക്സ് റൂം സൂപ്പർ ഡീലക്സും കൂടെ കൂട്ടിയിട്ട് 9 റൂമേ ഉള്ളൂ. അപ്പം അതെല്ലാം ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്. മാത്രമല്ല വാർഡ് വരെ ഫില്ലാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ റൂം കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മളിപ്പോൾ കൂടെ പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇന്നത്തെ ഡിസ്ചാർജ് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അറിയില്ല കിട്ടുമോ ഇല്ലെന്നുള്ളത്. അത് കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ റൂം ഭയങ്കര കൺജസ്റ്റഡ് റൂമാണ്. അതെ, ഞാൻ എപ്പോഴും ആലോചിക്കും ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിലെന്ന്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, നമ്മുടെ ആ കാലത്തിലൊക്കെ എൻ്റെ ജനിച്ചപ്പോൾ മുതലുള്ള ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ മറ്റേ CD ഒക്കെ എടുത്ത് ഫുൾ നശിപ്പിച്ചതാ. കുഴപ്പമില്ല, ഫോട്ടോസ് ഒരുപാടുണ്ട് എൻ്റെ വീട്ടിൽ. പക്ഷേ വീഡിയോസ് എല്ലാം മിസ്സിങ് ആണ്. കുറേ CD ഒക്കെ നശിച്ചു പോയി, കുറേയൊക്കെ ഞാൻ നശിപ്പിച്ചു. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് ദാറ്റ്സ് ഓക്കെ. ദേവുകളിന് എന്താ പറയാനുള്ളത്? ഇത് തന്നെ നമ്മളും ജനിച്ചപ്പോ ആരെയൊക്കെ ഇതുപോലെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എല്ലാം ഈ വരുന്ന ബേബി അറിയണം. എല്ലാം ഞങ്ങളിങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. വലുതാകുമ്പോൾ ബേബിക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ പുറത്തേക്ക് വന്നപ്പം, ഇതിന് മുന്നേ ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരുന്നത് എന്ന് അറിയണം. അതെ, BTS അന്ന് വേറെ വല്ല വേർഡ്സ് ഒക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ബട്ട് ദിസ് ഈസ് ഫോർ യു. ചോറോ കഞ്ഞിയോ കൊടുത്താൽ പക്ഷെ 5 ചോറ് മതിയെന്നാണ്. പശക്കുന്നാണ് വേറെ എന്തോ പച്ച ഞങ്ങൾ കഴിച്ചോളാം. അമ്മായി വിളമ്പി കൊടുക്കുന്നതും ഭർത്താവ് കൂട്ടിക്കുന്നതും. അതെ, ആളെ വരും. ഒരുപാട് സ്വിഗ്ഗി വാങ്ങാനുള്ള മറ്റേ റൈസ് അല്ലേ? റൈസ്. ദാറ്റ്സ് ഗുഡ്. 101% ബോയ് ആണ്. രജനിയമ്മ എന്താ പറയുന്നേ? ഗസ് പറ. പെങ്കൊച്ച. അശ്വന്തോ?
ഞാൻ കൊച്ചാകുമ്പോ 1 മാസം മുന്നേ തൊട്ടാ പറഞ്ഞു. ഓക്കെ. ഇനി കുഞ്ചൂസ് വന്നു. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ദേവിയൊക്കെ വിളിച്ച് ചോദിക്കണം. ദേവി പെണ്ണെന്നാണ്. പെണ്ണാണ്. നമ്മളിപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. രാത്രി 10 മണിയായി. ഇനിയിപ്പോ നാളെ രാവിലെ 5 മണിക്ക് പിന്നെയും നമ്മൾ വരും. 5 മണിക്കില്ല, ആഷ് എഴുന്നേക്കുന്ന പോലെ ഇരിക്കും. ചിലപ്പം 7 മണിക്ക് അല്ലേ? 7 മണിക്ക് അല്ല, ഇല്ല 12 മണിക്കല്ല. എനിക്ക് നാളെ നേരത്തെ വരണം ഹോസ്പിറ്റലിൽ. അപ്പൊ അത്രേ ഉള്ളൂ. കിടന്നുറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പൊ സമയം എത്രയായി? 7:50 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. ദിസ് ഇസ് 4th ഡേ. ഓക്കെ, ചേച്ചിക്ക് പെയിൻ വന്നു, ലേബർ റൂമിൽ കയറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി കുളിച്ചെല്ലാം റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എൻ്റെ കൂടെ ഇപ്പം അശ്വിന്ദും അപ്പും ഉണ്ട്. സോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി. എന്താ, എനിക്ക് ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അറിയത്തില്ല എങ്ങനെയാന്ന്. എന്തായാലും ഒരു ചേച്ചി ഡെലിവറി ആവാൻ ഒരു 2 hours അല്ലെങ്കിൽ 3 hours എടുക്കും എന്നാ പറഞ്ഞത്. ഇപ്പൊ പെയിൻ വന്നതേ ഉള്ളൂ. കേട്ടു. അശ്വിന്റെ, are you excited? Yes. അപ്പുന് പിന്നെ സംസാരിക്കാനൊന്നുമില്ല. We all are excited. ഇപ്പൊ ദേവു വരും. ദേവുവിന്റെ ആഴ്ചത്തേക്ക് ഇപ്പൊ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എടാ, ഞങ്ങൾ ഇന്നലെ ചോദിച്ചു അപ്പു എന്താ പറയുന്നത്? ബോയ് ആണോ ഗേൾ ആണോ? ബോയാ. എന്ത് ബോയ് ആണെന്നാ ഉറപ്പിച്ചാ? നീയും ബോയ് ആണെന്ന്. പക്ഷെ ഞാൻ പറയണ ഗേൾ ആണ്. ഇന്നലെ എല്ലാരോടും ചോദിച്ചു എന്താ ബോയ് ആണോ ഗേൾ ആണോ? ഒരെണ്ണം പറയാവുള്ള. ബോയിയാണെന്ന് എന്റെ തോന്നല്. ബോയ് ആണോ? തോന്നുന്നതല്ല, ഉറപ്പിക്ക്. ദേവു, നമ്മൾ രണ്ടും ഗേളാ പറഞ്ഞ്. ഇവരുടെ ഒരു പരിങ്ങലെല്ലാം കണ്ട് ഗേളായിട്ട് തോന്നി. പക്ഷെ എനിക്ക് ഇപ്പൊ പോയാണോ എന്നൊരു മനസ്സിലൊരു നമ്മളിപ്പോ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. ചേച്ചി ഉള്ളിലുണ്ട്. ഞാനും ദൈവവും കൂടെ വന്ന് ഫ്രണ്ടിൽ നിൽക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞ് 12/6/2026 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു 2 hours അല്ലെങ്കിൽ 3 hours അല്ലേ, അതിനുള്ളിൽ വരുന്നു. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വാങ്ങണം. അതെ, ഇത്ര ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പോയി ഡെക്കറേറ്റേഴ്സ് വാങ്ങാലോ. ഇനിയിപ്പോൾ അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോയി വാങ്ങാൻ വേണ്ടിയിട്ട്. ദേവു നേരത്തെ ഇതുണ്ടോ ബ്ലൂ ഒക്കെ ഇട്ട് വന്നിരിക്കുക. അതെ, ഇന്നലെ വരെ ഒരു ബേബി ഗേളെന്ന് പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ പിന്നെ റെഡ് ഇട്ടുകൊണ്ട് വന്നു. ദേവു ഇന്നലെ സ്വപ്നം കണ്ടതാണ്. ബേബി ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുന്നത്. അതുകൊണ്ട് കൂടി ആയോണ്ടിരിക്കണ്ട. അതെ, അതുകൊണ്ടുകൂടെ അവള് ബ്ലൂ ഇട്ടിട്ട് വന്നു. ഞാൻ പിന്നെ ബ്ലൂ ഒന്നും ഇട്ടില്ല. എന്തായാലും ഇന്ന് ഫോട്ടോസ് ഒന്നും ബേബീൻ്റെ എടുക്കാൻ പറ്റില്ല. നമ്മൾ നാളെ എടുക്കാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് പിന്നെ പെയിന് നന്നായിട്ട് വന്നു എന്ന് പറഞ്ഞു. ചേട്ടൻ ഇപ്പം ലേബർ റൂമിൻ്റെ ഉള്ളിൽ പോയി ചേച്ചിനെ കണ്ടിരുന്നു. നല്ല പെയിന് വന്നെന്നാ പറഞ്ഞ്. 3 to 4 gigs to your life. ഒരു 3 to 4 hours. ഇപ്പം നമ്മളാരും ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. അപ്പോൾ അപ്പവും മാഷും കൂടെ പോയിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിരിക്കുക. എനിക്ക് ഒന്നും വേണ്ട, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. രജനിയമ്മ രാവിലെ അത് എനിക്ക് ചന്ദനമൊക്കെ തൊട്ട് വന്നു. എനിക്കിങ്ങനെ ബേബി വന്നിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഞാൻ എന്ത് കുരു, ഒരു ചീത്ത കുരുവും വന്നിട്ടുണ്ട്. ശരി, ബേബി ബോയ് ആണോ ഗേൾ ആണോ? ഗേൾ ആണോ? അപ്പൊ ഗേൾ ആന്ന് പറയുന്നേ. അപ്പൊ നോക്കാം നമുക്ക്.
ഇപ്പോൾ സമയം 10 എൻ്റെ ഇല്ല. ഇപ്പോൾ സമയം 10:34. ഇപ്പോഴും ബേബി വന്നിട്ടില്ല. വി ആർ വെയിറ്റിംഗ്. പിന്നെ വെയിറ്റിംഗ്. സമയം 10:34. ഇപ്പോഴും ചേച്ചിക്ക് പെയിന് കുറച്ച് കൂടാനായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നുകൊണ്ടിരിക്കുക. ഞാനും ദേവും. ദിസ് ഈസ് അഞ്ജന ചേച്ചിയുടെ അച്ഛനാണിത്. ഞങ്ങൾ 3 പേരും ഒരു ലെമൺ കുടിക്കാൻ വന്നതാണ്. ഞാൻ ഈ 2-3 ദിവസമായിട്ട് ഇവിടെ റൂമിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 4 ഡേയ്സായി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ തരാമെന്നാണ് നമുക്ക് പറഞ്ഞ ഡീലക്സ് റൂം. അതിനുവേണ്ടി ഞാനിവിടെ റിസപ്ഷനിൽ വന്നിരിക്കുക. എപ്പോൾ റൂം കിട്ടുന്ന അപ്പം മേടിക്കാൻ വേണ്ടി. അവർ പറഞ്ഞു ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടുമായിരിക്കും അല്ലേ? കിട്ടുമായിരിക്കും, നോക്കാം. അതുകൊണ്ട് ഞാനിവിടെ റിസപ്ഷനിൽ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ മറ്റേ ഡോറിൻ്റെ കൂട്ടത്തെ ബുജിയാണ് ദേവു എൻ്റെ കൂടെ. ഇപ്പോൾ ടൈം 12 o'clock ആയിട്ടുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി അവർ 4 hours പറഞ്ഞ്. എന്തായാലും 4 hours എപ്പോൾ വേണമെങ്കിലും ബേബീനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗേൾ ആണോ ബോയ് ആണോ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞോ. ബോയാ? ഓക്കെ, പറ. ഗേൾ ആണോ ബോയ് ആണോ? പറ. ഇത് ചിരിച്ചോണ്ടിരിക്കെ. ഒരെണ്ണം പറ. ബോയ്. എല്ലാരും ബോയ് ആണ്. ഇവിടെ അങ്ങനെ അഞ്ചുകുട്ടി 1:50 നേരത്തെ ആയിരുന്നു. അശ്വന്ത് ചുമ്മാ ഓരോന്ന് കാണിക്കുന്നു കേട്ടോ. ഞാൻ ഇന്ന് കഴിഞ്ഞ അതുകൊണ്ടാ ലിസ്റ്റ് ചെയ്തോ. മെയിൽ ബേബി വെയിറ്റ് 3,140. 3 കിലോയും 140 ഗ്രാം. ഇത് കഷ്ടപ്പാടായിരുന്നു. ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അപ്പോഴത്തെ സ്റ്റീറോസ്കോപ്പിയ. ചേച്ചിനിമ എടുത്തോ. ഇങ്ങനെയാണോ? രാജിട്ട് മോനെന്താ കരയുന്നേ? രാജിട്ട് എടുത്തിട്ട് ഇവിടെ വായി കൈയെല്ലാം വെച്ചു. ഞാൻ എടുത്തെടുത്തോ. കൊച്ച
ഗോൾഡും സൈറ്റ് അടിക്കുന്ന നോക്ക് നോക്ക് നോക്ക്. ഫസ്റ്റ് ചേട്ടനെ വേർക്ക് അങ്ങ് കഴിക്ക്. കൊടുത്തു കൊടുത്തു കൊടുത്തു. എല്ലാരും ലഡു എടുത്തു. ലഡു ജിലേബി എല്ലാം എടുത്തു. റൂമിലൊക്കെ എൻ്റെ അടുത്താണ് റൂമിലൊക്കെ എൻ്റെ അടുത്ത് ഒരു 2 സ്റ്റെപ്പ് വേറെ കയറിയാൽ പോയി. താങ്ക് യു. കൺഗ്രാറ്റ്സ്. ഇപ്പം ഞാൻ മുന്നേ ഇട്ട വീഡിയോയിൽ ആരും ഒന്നും സംസാരിച്ചിട്ടില്ല. എന്താ ഫുൾ എല്ലാവരും ഭയങ്കര ഇമോഷണലി എന്താ പറയുക, എനിക്ക് പറയാൻ അറിയത്തില്ല എങ്ങനെയാണ് പറയേണ്ടതല്ല. ഭയങ്കര ഇമോഷൻസ് ആയിരുന്നു എല്ലാവരും കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബേബി ഡെലിവറി ആയെന്ന് ഞങ്ങളോട് പെട്ടെന്ന് പറഞ്ഞു. സോ ഐ കുഡിൻ ക്യാപ്ചർ ദാറ്റ് മൊമെൻറ്റ്. എനിക്ക് ചേട്ടൻ പറഞ്ഞു ഓക്കെ ഡെലിവറി ആയി എല്ലാവരും വാന്ന് പറഞ്ഞു. നമ്മൾ ഓടിപ്പോയി. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ എടുത്തത്, ഇപ്പം നിങ്ങൾ മുന്നേ കണ്ടത്. അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. ബിക്കോസ് എനിക്ക് കരയണോ ചിരിക്കണോ എന്നുള്ളൊരിതാണ്. ദേവ് വാസ് ലിറ്ററലി ക്രൈം. എനിക്കൊന്നും പറയാം, എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷെ കരയാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ മൊമെന്റിൽ എന്താ നമുക്ക് ഫീൽ ചെയ്യുന്നത് മനസ്സിലാവില്ല. എവിടുന്ന് കണ്ണീര് വരുന്നെന്ന് അറിയില്ല, ഉള്ളിൽ നിന്ന് നമുക്ക്. അതെ, ഭയങ്കര അടിപൊളി ഫീലിങ്സ് ആയിരുന്നു. അല്ല, അവിടെ കയറി എല്ലാവരുടെയും കണ്ണു എല്ലാവരും കരഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്ക് ബേബിനെ കാണുന്നതിലും കൂടുതൽ എനിക്ക് ചേച്ചീനെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. ചേച്ചി ഓക്കെ ആണോ? കുറച്ച് പാടുണ്ടായിരുന്നു, ലൈക്ക് ഡെലിവറി കുറച്ച് പാടായിരുന്നു എന്ന് പറഞ്ഞു. ബേബിക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഡെലിവറിയും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, കുറച്ച് പാടായിരുന്നു, അത്രേ ഉള്ളൂ. കുറേ നേരമായി ചേച്ചിനെ, ഒരു 5 hours 6 hours ആയല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഡെലിവറി കഴിഞ്ഞ്. ഞാൻ എന്തൊക്കെ തേങ്ങയെ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല, ബിക്കോസ് ഞാൻ വേറൊരു ലോകത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഇതായിട്ട് ബേബി ജനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡീലക്സ് റൂമും റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. സോ ഞാനും ദൈവവും വന്ന് ഇവിടെ റിസപ്ഷനിലിരിക്കുകയാണ് ഡീലക്സ് റൂം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അതുകൂടെ ആയിട്ട് ഞാനും ദൈവവും കൂടെ പുറത്ത് പോയി ബേബീനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരും. ആൻഡ് ദിസ് ഈസ് ഫോർ അഞ്ജു ചേച്ചി, യു ആർ വെരി സ്ട്രോങ്. പിന്നെന്താ പറയാനുള്ള, ലവ് യു. ദിസ് ഈസ് ഫോർ വി ആർ ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് ദ വീഡിയോ. ഇതൊക്കെ ചേച്ചി കാണണം. പിന്നെ ബേബിയും വളർന്നു വരുമ്പോൾ ഇതൊക്കെ കാണണം. അപ്പോൾ ദിസ് ഈസ് ഫോർ യു ആൻഡ് ബേബി ആൻഡ് നന്ദു ചേട്ടൻ, കൺഗ്രാജുലേഷൻസ്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ എനിക്ക് ചേച്ചി റൂമിലേക്ക് വരുമ്പോൾ ചേച്ചി അത്ര ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചേച്ചിക്കും ഞാനൊരു ബൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, എനിക്ക് യെല്ലോ ഫ്ലവേഴ്സ് കൊടുക്കണമെന്നാണ്, ബിക്കോസ് എൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാനെപ്പോഴും യെല്ലോ ഫ്ലവേഴ്സാണ് കൊടുക്കുക. സോ ഞാൻ പോയി യെല്ലോ ഫ്ലവേഴ്സ് വാങ്ങും. പിന്നെ ബേബീനെ ഡെക്കറേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ബേബി റൂമിലോട്ട് വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഇപ്പം ആണെങ്കിൽ ടൈം ഒരു 2:30 ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് ഒട്ടും വിശക്കുന്നില്ല. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല.
ഇപ്പം നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന എല്ലാം ഞാൻ കാണിക്കും കേട്ടോ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഐ ആം ജസ്റ്റ് ഡോക്യുമെന്റിങ് ദ വീഡിയോ. നിങ്ങൾ എന്താ പറയുന്നുണ്ട്? നമ്മൾ ബേബിക്ക് ഡെക്കോർ ഐറ്റംസ് വാങ്ങാൻ വന്നതാ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ബ്ലൂ ബലൂൺസും എല്ലാം. ഇനി അവിടെ പോയി ഡെക്കറേറ്റ് ചെയ്യണം. നമുക്ക് ടൈമില്ല. നമ്മൾ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഇത് ഏത് ഷോപ്പായിരുന്നു? അച്ചായൻ്റെ അടുക്കള. ഇവിടെ നല്ല കിടിലൻ നമ്മുടെ ഫുഡ് വന്നു അല്ല, ദേവു ഉണ്ട്. ആൻഡ് ദിസ് ഈസ് അഞ്ജന ചേച്ചീൻ്റെ ബ്രദർ കണ്ണൻ. ആൻഡ് അപ്പുവിനെല്ലാം ഒരു പുച്ഛം മൂട. ദിസ് ഈസ് അശ്വിൻ വിഘ്നേഷ്. ചെട്ടിനാട് ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. 65. ബേബി വന്ന സന്തോഷത്തിൽ നമ്മൾ കഴിക്കുന്നത്. അശ്വിൻ്റെ ഞാനും കള്ളപ്പമാണ് കഴിക്കുന്നത്. ഇതാ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. ദേവു എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫുഡ്, പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി നല്ല കൂടുതലുണ്ടായിരുന്നു. ക്വാളിറ്റിയും അടിപൊളിയായിരുന്നു. ഇത് വരുന്നത് നമ്മുടെ അതാണ് കാരിത്താസ് മാതേൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത്. അടിപൊളി. ഞാൻ കഴിച്ചത് കള്ളപ്പവും പനീർ ബട്ടർ മസാലയായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചുവച്ചിക്ക് നമ്മൾ ബൊക്കെ വാങ്ങാൻ വന്നിരിക്കാം. എനിക്ക് യെല്ലോ ഫ്ലവറിൽ വേണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ യെല്ലോ ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ഭയങ്കര ടയേർഡാണ്. എനിക്ക് വയ്യ. ഇനിയിപ്പം എപ്പോൾ എത്തുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓൾറെഡി 5:30 ആയി. ഇനി ബൊക്കെ കൊണ്ടുപോകണം, അവിടെ ഡെക്കറേറ്റ് ചെയ്യണം. ചേച്ചീനെ ഒരു 6:37 ആകുമ്പോൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞേ. ലെറ്റ്സ് സീ. അറ്റ് ലാസ്റ്റ് വി ഗോട്ട് ദ ഡീലക്സ് റൂം. നമുക്ക് റൂം കിട്ടി. ഐ എം സോ ഹാപ്പി. നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകാം. സത്യത്തിൽ ഇവിടെ ക്ലീൻ ആക്കാൻ ആൾ വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് മുന്നേ ചേച്ചിയും ബേബിയും വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ക്ലീനിങ്ങിന് ആൾക്കാർ വരുമ്പോൾ അവരോട് ആണോ പോകുന്നുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ദിസ് ഈസ് ബേബി ഫീറ്റ്. ഇത് ഞാനാണ്. ഞാൻ ദൈവം. നീ കുറച്ചു നേരത്തേക്ക് ഞാനാവാം. ഞാൻ കുറച്ചു നേരത്തേക്ക് ദൈവമാ. ഞാൻ കുറച്ചു നേരം നീ ആവട്ടെ. ഞാൻ ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് വരുന്നത് ഇന്നത്തെ ചാനല് നമ്മള് കൊച്ചുണ്ടായി. അതുകൊണ്ട് പറഞ്ഞു കൊടുക്ക. രണ്ടുപേരും മതി. We will call you later. എനിക്ക് സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നത്. ലൈക്ക് നമ്മൾ എന്തെങ്കിലും സർപ്രൈസസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുന്ന ഒരു ഹാപ്പിനെസ് അല്ലേ, അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് ഈസ് ഫോർ യു ബേബി ആൻഡ് അഞ്ജന ചേച്ചി. ബേബി ഇതാ ഞാനും ബേബീൻ്റെ അപ്പച്ചി ദേവും കൂടെ നമ്മളിത് ഇവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വൈകാതെ കാണിക്കാൻ. വി ഗോട്ട് 10 minutes. ഈ 10 minutes നമ്മളിത് ഫുൾ കംപ്ലീറ്റ് ആകണം. എനിക്ക് തോന്നുന്നു ഇത് ലവ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് വീർപ്പിച്ച് വരുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഇത്ര നമ്മൾ ചെയ്തു. ഇനി ബാക്കി ബലൂൺസ് ചെയ്യണം. ഇവിടെ കണ്ണൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. Okay, so
ഞാൻ ഇത്ര ധൃതി വന്നു വെച്ചാൽ അവർ പുറത്തു വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഞാനും ദൈവവും കണ്ണനും കൂടെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് ദിസ് ഈസ് ദ എൻറ്റയർ ഡെക്കറേഷൻ. ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവരെ വെൽക്കം ചെയ്യാമേ. ഇത് ചേച്ചി വരാൻ പോവാണ്. അപ്പോൾ ചേച്ചിക്കുള്ള ബൊക്കെയാണ് യെല്ലോ ബൊക്കെ. അപ്പോൾ ഞാനും ദൈവവും കൂടെ ചേച്ചിക്ക് ബൊക്കെ കൊടുത്ത് നമ്മുടെ ചേച്ചീനെ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവരൊക്കെ എന്നെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് കൊടുക്കും. നമ്മൾ കൊച്ചിന്റെ പേര് റിവീൽ ചെയ്യാൻ പോവാണ്. മാസ്ക് മാറ്റിയിട്ട് പറഞ്ഞോ. ഞങ്ങളെല്ലാം ചോദിച്ചിട്ട് മിണ്ടിയില്ല. ഓക്കെ, ഞങ്ങളുടെ കൊച്ചിന്റെ പേര് ഇവാൻ. ഇവാൻ ഗണേഷ്. രണ്ട് കണ്ണാടി കുട്ടികൾ. അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി. ഞാൻ ഓർത്ത് ഓക്കെ, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല, ഇതങ്ങനെ വൈൻഡപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, ഐ എം സൂപ്പർ ടയേർഡ്. രാവിലെ തൊട്ട് നമ്മളിങ്ങനെ ഓടി ഓടി നടന്നിട്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. എനിക്ക് എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി എന്നാണ്. എനിക്കൊരു കുരു വന്ന്, ഭയങ്കര വലിയൊരു കുരു, അറിയില്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഈ വീഡിയോ ഒരു 2-3 ഡേയ്സ്, ലൈക്ക് ഒരു 4 ഡേയ്സ് ഉള്ള വ്ളോഗ് ഞാൻ കമ്പൈൻ ചെയ്തിടുന്നതാണ്. ഓരോ ഡെയിലി ഇടണ്ട, ബിക്കോസ് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡെലിവറിക്ക് മുന്നുള്ള ഡേയ്സിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. പിന്നെ ഞാൻ പോകുന്നതാണെങ്കിലും പോയിട്ട് വരും. അപ്പോൾ എനിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സോ ഞാൻ ഓർത്തു എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഡെലിവറിയുടെ ഡേയിലെ കൂടെ ഉള്ളതും കൂടെ വ്ളോഗ് ഒരുമിച്ചിടാമെന്ന് വെച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള ഐ എം സോ ഹാപ്പി. നമ്മുടെ ഫാമിലി എക്സ്പാൻഡ് ആയതിലും അതുപോലെ തന്നെ ബേബിയും ചേച്ചിക്കും എന്താ ഒരു അബദ്ധം കൂടാതെ അവർ ചേച്ചിക്കൊരു നോർമൽ ഡെലിവറി കിട്ടിയതിനും നമുക്കൊരു സൂപ്പർ കൂൾ ബേബീനെ കിട്ടിയതിലും ഐ എം സോ ഹാപ്പി. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ഇനിയിപ്പോൾ ഞാൻ വൈകിട്ട് ചേച്ചി റൂമിലോട്ട് ഷിഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. ബിക്കോസ് എനിക്ക് കുറച്ച് മൊമെൻറ്റ്സ് വേണമായിരുന്നു ചേച്ചീൻ്റെയും ബേബിൻ്റെയും കൂടെ. സോ എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ തോന്നിയില്ല. പിന്നെ വേറെ ഒന്നുമില്ല, ഹാപ്പിയാണ്, അത്ര തന്നെ. അപ്പോൾ ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോകാം. മേ ബി ഞാൻ എണീക്കുമ്പോഴായിരിക്കും പോവുക. ഇപ്പം ഞാൻ ഭയങ്കര ടയർഡാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. That's it. This is Teresa signing out. And once again, congratulations to Anjana Chechi and Nandu Chetan and the husband again, because he is here. Orangan പോകുന്നു. He is also so tired. അപ്പം this is Teresa signing out. Bye bye. Good night.